ഗൈസ്, ഇന്ന് നമ്മൾ അൽഫാമിൻ്റെ രുചിയിലൂടെ അടിപൊളി മീൻ വറവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടൊന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ചെറുനാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നില്ല, വെള്ളം ഒഴിക്കാണ്ട് ഓയിൽ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കോൺഫ്ലോർ ഇടാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഞാൻ കുറച്ച് കോൺഫ്ലോർ ഇടുന്നുണ്ട്. ഒരു ടീസ്പൂണോളം കോൺഫ്ലോർ ഇടുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ചും കൂടിയും ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ ഫിലോപ്പി മീനാണ് കേട്ടോ. അപ്പോൾ ഈ ഫിലോപ്പി മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 സൈഡ് നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. ഈ മസാലയൊക്കെ ഈ മീൻമ നന്നായിട്ട് പിടിച്ചിരിക്കണം. ആ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള എല്ലാ മീനിലും ഇതുപോലെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എല്ലാ മീനുകളും തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയ മീനായ കാരണം നമുക്ക് അധികമൊന്നും ഇട്ടിട്ട് വറുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ 2 മീനായിട്ട് ഇട്ടിട്ട് വറുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കറിവേപ്പില തണ്ടോടക്കനെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കറിവേപ്പില ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആവുമ്പോൾ ഒന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കുക. പച്ച മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവും. അപ്പോൾ സൂക്ഷിച്ച് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് 2 സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് വയ്ക്കണം. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല കളറുണ്ട്. നമ്മൾ കാശ്മീരി ഇട്ടിട്ടില്ല, അല്ലാണ്ട് തന്നെ നല്ല കളറായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അൽഫാമിൻ്റെ രുചിയിൽ ഒരു അടിപൊളി മീൻ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു കിടിലൻ റെസിപ്പിയായി വരും വരെ ഓക്കെ, ബൈ, താങ്ക് യു.